ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 32-ാം തിരുവചനം. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വച്ച് വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ഒരു കാൽനട യാത്രയാണ്. 11 കിലോമീറ്റർ ദൂരം ജെറുസലേമിൽ നിന്നും എമ്മാവൂസിലേക്ക്. ആ യാത്രയിൽ അവരുടെ നെഞ്ച് നിറയെ അവരുടെ കർത്താവായിരുന്നു. അവർ പറഞ്ഞതും സംസാരിച്ചതും വാദിച്ചതും അവനെക്കുറിച്ച് മാത്രമായിരുന്നു. അവരുടെ മുഖം ദുഃഖഭരിതമായിരുന്നു. ആ യാത്രയിൽ കർത്താവ് അവരോടൊപ്പം നടന്നു. എന്നാൽ അവർ തിരിച്ചറിഞ്ഞില്ല. പിന്നെ സംസാരിച്ചത് മുഴുവൻ അവനായിരുന്നു. ആ യാത്രയെക്കുറിച്ച് അവർ ഓർക്കുന്നത് ഇങ്ങനെയാണ്: വഴിയിൽ വച്ച് അവൻ വിശുദ്ധ ലിഖിതങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ഇന്ന് ദൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, 50 നോമ്പ് കഴിഞ്ഞു. പെസഹയും ദുഃഖവെള്ളിയും ഈസ്റ്ററും ഒക്കെ കഴിഞ്ഞു. എൻ്റെ പ്രാർത്ഥന അവസാനിച്ചു പോകരുത്. എന്നിലെ ആത്മീയത നഷ്ടപ്പെട്ടു പോകരുത്. ഇനിയാണ് നമ്മുടെ ഹൃദയം ജ്വലിക്കേണ്ടത്. അവരുടെ ഹൃദയത്തിൽ കർത്താവ് മാത്രമായപ്പോൾ, അവർ പറഞ്ഞതെല്ലാം അവനെക്കുറിച്ച് മാത്രമായപ്പോൾ, അവരോടൊപ്പം അവനും കൂടി യാത്ര ചെയ്യാൻ അവർക്ക് വേണ്ടതെല്ലാം അവൻ പറഞ്ഞു കൊടുത്തു. അവരുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങി. നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് മാത്രമാകുമ്പോൾ, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും അവനാകുമ്പോൾ, അവൻ നമ്മോടൊപ്പം നടക്കും. അവൻ എപ്പോഴും നമ്മോടൊപ്പം ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഹൃദയവും ജ്വലിക്കും. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി